നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിച്ച കാലമെല്ലാം വീഴ്ചയായിപ്പോയി കർത്താവേ, വീൺനാളായിപ്പോയി, വീഴ്ച പറ്റിയ നാളുകളായിപ്പോയി. ജീവിച്ച കാലമെല്ലാം, ഭൂമിയിൽ വാണ കാലമെല്ലാം വീൺനാളായിപ്പോയി. ഇത്രയും കാലമെല്ലാം നഷ്ടപ്പെടുത്തി. ഞാനിപ്പോൾ ഭാരത്തോടെ കേഴുകയാണ്, കരയുകയാണ് കർത്താവേ. എന്നെ നീ സ്വീകരിക്കണമേ, നീ യഥാസ്ഥാനപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, എന്നെ നീ എൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് അണയ്ക്കണമേ. നഷ്ടങ്ങളൊന്നും എൻ്റെ മേൽ കണക്കിടല്ലേ കർത്താവേ. ഞാൻ അലസനായി പോയതൊന്നും എൻ്റെ മേൽ കണക്കിടല്ലേ. ഇന്ന് എനിക്ക് ഏറ്റവും വന്നിരിക്കുന്ന നഷ്ടം കർത്താവേ, എൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സ്നേഹം, പരസ്പര സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ ആ സന്തോഷത്തിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഏറ്റവും പരിഭാവനമായ ആ മൂർധന്യമായ സ്വരൂപം, അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു കർത്താവേ. സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഭാര്യയും ഭർത്താവും സ്നേഹമാണ്, ശരിയാണ്. വലിയ വഴക്കും പിണക്കമൊന്നുമില്ല, വലിയ വാഗ്വാദങ്ങളോ തർക്കങ്ങളോ ഒന്നുമില്ല. എങ്കിലും അകത്ത് ചില കീറിപ്പുകളുണ്ട്, അകത്ത് ചില പരിഭവങ്ങളുണ്ട്, അകത്ത് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ ഓർമ്മയിൽ തെളിഞ്ഞു വരും. മറക്കാൻ പറ്റാത്തത് ഒരുപക്ഷെ ഭർത്താവ് ചെയ്തതായ ചില കാര്യങ്ങൾ ഓർമ്മയിലേക്ക് പൊങ്ങി വരും, അല്ലെങ്കിൽ ഭർത്താവ് പെരുമാറിയ ചില കാര്യങ്ങൾ ഓർമ്മയിലേക്ക് പൊന്തി വരും. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഭാര്യ പെരുമാറ്റത്തിൽ കാണിച്ചതായ ചില അവിവേകങ്ങൾ മനസ്സിലേക്ക് പൊന്തി വരും. പാടില്ല. എല്ലാം മറക്കുക. ദൈവത്തിന് സ്തോത്രം. ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ പഴയ കാര്യങ്ങളൊന്നും, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമ്മോട് തെറ്റ് ചെയ്തവരോട് നാം ക്ഷമിക്കണം. ഒരുപക്ഷെ തെറ്റ് ചെയ്തവരോട് നാം പൊറുക്കണം. ആ പൊറുക്കുന്നതിലാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം വ്യക്തമാകുന്നത്. ക്ഷമിക്കുന്നതിലാണ്. ക്ഷമിക്കുക, പൊറുക്കുക, മറക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നേരിട്ടതായ ഏതെങ്കിലും ഉപദ്രവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മറന്നേക്കണം. വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, പകയും വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അതെല്ലാം മറന്നേക്കുക. ദൈവത്തിന് സ്തോത്രം. ഒന്നും ബാക്കിയിരിക്കുക. ഹൃദയം ശുദ്ധമായിരിക്കണം, സ്നേഹം മാത്രമായിരിക്കണം. അനേക കുടുംബങ്ങളിൽ നിന്ന് സ്നേഹമില്ല,
കുടുംബങ്ങൾ. സ്നേഹമില്ല, പരസ്പര സ്നേഹമില്ല, പരസ്പരം വിശ്വാസമില്ല. ഭാര്യയെ ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയ്ക്ക് സംശയം, വിശ്വാസമില്ല. അതല്ലെങ്കിൽ ഭർത്താവ് വേണ്ട രീതിയിൽ പെരുമാറുന്നില്ല, വേണ്ടതുപോലെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്നുള്ള ഭാര്യയുടെ പരാതി, അല്ലെങ്കിൽ ഭാര്യ വേണ്ടതുപോലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഭർത്താവിൻ്റെ പരാതി. പരാതികളുണ്ട് ഉള്ളിൽ, പുറമേയൊന്നും പറഞ്ഞില്ല എന്ന് വരും. പരാതികൾ ഉള്ളിലുണ്ട്. ഹൃദയത്തിൽ പരിഭവങ്ങളുണ്ട്. ഹൃദയത്തിൽ മാറിപ്പോകാത്ത ചില ഇഷ്ടക്കുറവുകളുണ്ട്, മുഷിച്ചിലുകളുണ്ട്. അതെല്ലാം ഇങ്ങനെ അകത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം പറഞ്ഞു തരാം. ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അതെല്ലാം നിങ്ങൾ പറിച്ചെറിഞ്ഞ് കളയുക. സ്തോത്രം. എൻ്റെ കർത്താവേ, ഞാൻ ഇന്ന് ആരോട് പരിഭവിച്ചിരിക്കുന്നുവോ, ആരോട് എനിക്ക് പ്രയാസമായി എനിക്ക് ഒരു നീരസമായിരിക്കുന്നുവോ, അതെല്ലാം ഞാനിതാ പറിച്ചു കളയുന്നു. എല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നെല്ലാം ഞാൻ പറിച്ചു മാറ്റുന്നു. ഒന്നും വേണ്ട, എനിക്കതൊന്നും വേണ്ട. അതെന്നെ നശിപ്പിക്കുകയുള്ളൂ. എൻ്റെ പരിഭവങ്ങൾ, എൻ്റെ ക്ഷമകേടുകൾ, കർത്താവേ, എൻ്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിയ ചില വാക്കുകൾ, ചിലർ എന്നോട് പെരുമാറിയപ്പോൾ ഒന്ന് പോയ എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ ചില വാക്കുകൾ, ചില പെരുമാറ്റങ്ങൾ, എല്ലാം ഞാൻ ക്ഷമിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് ഇത് നിങ്ങൾക്ക് സാധിച്ചാൽ ഇന്ന് ആത്മീയ ഉണർവ് ആരംഭിക്കാം. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ഉണർവ് ആരംഭിക്കാം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കൈപ്പത്തിയോളം മേഘം കാണുന്നുണ്ടല്ലോ എന്ന്. കൈപ്പത്തിയോളം മേഘം കാണുന്നുണ്ടല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, കൈപ്പത്തിയോളം മേഘം ഉയരും. നിങ്ങളാരും സംശയിക്കേണ്ട. ബാലിന് മുട്ടുകുത്താത്ത 7000 ഇനിയുമുണ്ട്. എല്ലാവരും ബാലിൻ്റെ ഇടങ്ങളായി പോയി നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാവരും ബാൽ വിഗ്രഹ സേവയിലാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ട. എല്ലാവരും പിശാചിൻ്റെ കൂടെയാണെന്ന് ധരിക്കേണ്ട. ബാലിന് മുട്ടുകുത്താത്ത 7000 ഇനിയുമുണ്ട്. സ്തോത്രം. പക്ഷേ അവർക്ക് രംഗത്ത് വരാൻ പേടിയാണ്. ഒരു നേതൃത്വമില്ല അവർക്ക് ഒരു നേതൃത്വം കൊടുക്കാൻ ആളില്ല. അവരെ നേർവഴിക്ക് നടത്താൻ ആളില്ല. പാവങ്ങൾ പേടിച്ച് കഴിയുകയാണ്. ബാലിന് മുട്ടുകുത്തില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. വിഗ്രഹ സേവ ചെയ്യുകയില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. അവരെ പിശാചിൻ്റെ വഴിയിൽ പോവുകയില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. പക്ഷേ ധൈര്യമില്ല, രംഗത്ത് വരാൻ ധൈര്യമില്ല. അവർക്ക് ഒരു കൈത്താങ്ങലെടുത്ത് മുമ്പോട്ട് കൊണ്ടുവരണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കൂട്ടായ്മയിൽ ഇന്ന് ചെറുപ്പക്കാരെ പലരെയും ഉയർത്തിക്കൊണ്ട് വരികയാണ്. ഉയർത്തി പിടിച്ച് ഉയർത്തുകയാണ്. എന്തിന്? വരും കാലങ്ങളിൽ അവർ വേണം സുവിശേഷം പറയാൻ, അവർ വേണം ദൈവത്തിന് വചനം പറയാൻ, അവർ വേണം ദൈവത്തിന് വേല ചെയ്തുകൊണ്ട് നാടായ നാടെല്ലാം ഓടി നടക്കാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും നഷ്ടപ്പെട്ടു പോയതിനോർത്ത് നിരാശപ്പെടാതെ, നഷ്ടപ്പെട്ടു പോയ തിരികെ പ്രാപിക്കുന്ന വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാൽക്കലേക്ക് ചെല്ലുക. സ്നേഹം നിങ്ങളുടെ വലിയൊരു ആയുധമാക്കി നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ വക്താവായി നിങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ചെല്ലുക. സ്നേഹം, പരസ്പര സ്നേഹം, പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം, പരസ്പരം ക്ഷമിക്കാനുള്ള മനസ്സ്, ആരെയും ഒരിക്കലും തുച്ഛീകരിക്കാതെ എല്ലാവരെയും ആദരിക്കുന്നൊരു സ്വഭാവം. എല്ലാവരെയും ആദരിക്കുന്നു, എല്ലാവരെയും ബഹുമാനിക്കുന്നു. എന്നേക്കാൾ ശ്രേഷ്ഠനാണ് മറ്റേ ആളെന്ന് ഞാൻ ചിന്തിക്കാൻ സാധിക്കുന്നു. വലിയൊരു ഭാഗ്യമാണത്. എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് ഓരോരുത്തരെക്കുറിച്ച് ചിന്തിക്കുക. എപ്പോഴും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കുക. ഇതെല്ലാം വചനമാണ് ഈ പറയുന്നത്. മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കുക. എൻ്റെ ഗുണം മാത്രമല്ല ഞാൻ നോക്കേണ്ടത്, മറ്റുള്ളവരുടെ ഗുണം ഞാൻ അന്വേഷിക്കണം. സ്തോത്രം. ആർക്കെല്ലാം എനിക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം ഉപകാരം ചെയ്യണം. ഉപകാരം ചെയ്തുകൊണ്ട് ഓടി നടക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ്. വിലയേറിയ ആയുസ്സാണ് നമുക്ക് കിട്ടിയത്. വിലപ്പെട്ടതായ ആയുസ്. ഈ ആയുസിൻ്റെ ഓരോ നിമിഷവും കർത്താവിന് വേണ്ടി ചെലവഴിക്കപ്പെടേണ്ടതാണ്. ഓരോ നിമിഷവും യേശുവിന് വേണ്ടി വെച്ച് മാറേണ്ടതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതായ ആഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ടോ? യഥാർത്ഥമായ സ്നേഹം ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുവന്നു. സ്തോത്രം. 1 ശമൂവേൽ 30-5 വായിക്കാം. ഇസ്രായേൽക്കാരത്തി അഹീനോവും കർമ്മേൽക്കാരൻ നാബാലിൻ്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിൻ്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ട് പോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. നമ്മൾ പലരും അങ്ങനെയാണ്. ചിലതെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് വലിയ കഷ്ടത്തിലായി. ഒട്ടേറെ രൂപ കൊടുത്തു തീർക്കാനുണ്ട്, കടം തീർക്കാനുണ്ട്, കഷ്ടത്തിലായിരിക്കുകയാണ്. എന്തെല്ലാമോ വാക്കുകളൊക്കെ പറഞ്ഞു, പക്ഷേ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല. കഷ്ടത്തിലായിരിക്കുകയാണ്. ദാവീദ് വലിയ കഷ്ടത്തിലായി. പ്രിയപ്പെട്ടവരെ, ദാവീദ് ബലമില്ലാതോളം കരയാൻ ബലമില്ലാതെ ആകുവോളം കരഞ്ഞു. ദാവീദ് വലിയ കഷ്ടത്തിലായി. എൻ്റെ ഭാര്യമാരെ അപഹരിച്ചുകൊണ്ട് പോയി, മക്കളെ അപഹരിച്ചുകൊണ്ട് പോയി, ശത്രു എല്ലാം പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. എല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. പിന്നെ ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. നഷ്ടമോ വന്നുപോയല്ലോ. ഇപ്പോഴിതാ കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നു, ഈ ദാവീദ് ഒരുത്തൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, അതുകൊണ്ട് ഇവനെ കല്ലെറിയണം. ദാവീദ് ഒരുത്തൻ മൂലം ഈ കഷ്ടമെല്ലാം നമുക്ക് വന്നുപോയി. നമ്മുടെ ഭാര്യമാരെ നഷ്ടപ്പെട്ടു, നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു. ഇതിനെല്ലാം കാരണം ഈ ഒരുത്തനാണ്. ഈ ദാവീദ് ഒരുത്തനാണ്. ദാവീദ് ഒന്നും ചെയ്തില്ല. പക്ഷേ അവർ ദാവീദിൽ കുറ്റം ആരോപിക്കുകയാണ്.
ഇന്ന് പല ആളുകളും നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ പലരും ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പലരും പറയുന്നു, ഇന്ത്യ വലിയ ഭക്തനായിട്ട് എന്താണ് രോഗം വന്നത്? ആളുകൾ ചോദിക്കുന്നു. വലിയ ഭക്തനായിട്ട് എന്താ പ്രാർത്ഥിച്ചിട്ട് ആ രോഗം സൗഖ്യമാകാത്തത്? ചിലർ ചോദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പലരും പുച്ഛിക്കുന്നു, പലരും പരിഹസിക്കുന്നു. എല്ലാം യേശു കേൾക്കുന്നു. സ്തോത്രം. യേശുനാഥനെല്ലാം കേൾക്കുന്നു. ഈ ആക്ഷേപങ്ങളെല്ലാം കർത്താവ് കേൾക്കുന്നു. മനുഷ്യ പറയുന്ന ധിക്കാര വാക്കുകളും കർത്താവ് കേൾക്കുന്നു. എല്ലാം കേൾക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എല്ലാം സംഗ്രഹിച്ചു വയ്ക്കുന്നു. ഒന്നും ഇപ്പോൾ കർത്താവ് ഉടനടി പ്രവർത്തിക്കുന്നില്ല. കർത്താവ് ഉടനടി പ്രതികാരം ചെയ്യുന്നില്ല. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുന്നു യഹോവ അരുളി ചെയ്യുന്നു. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. റോമർ ലേഖനം 12 അധ്യായത്തിൻ്റെ അവസാന ഭാഗം. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം അരുളി ചെയ്യുകയാണ്, ഞാൻ സംസാരിച്ചുകൊള്ളാം, ഞാൻ അവർക്ക് മറുപടി കൊടുത്തുകൊള്ളാം. പിന്നെ ആകട്ടെ, ഞാൻ മറുപടി കൊടുത്തുകൊള്ളാം, തക്ക സമയത്ത് ഞാൻ മറുപടി കൊടുത്തുകൊള്ളാം. കർത്താവിന് സ്തോത്രം. ഇന്ന് പലരും ദൈവജനത്തെ ആക്ഷേപിക്കുന്നു, പലരും ദൈവജനത്തെ പരിഹസിക്കുന്നു. കൂട്ടായ്മയിൽ പോയിട്ട് എന്തായി, ഇപ്പോൾ ഈ നഷ്ടം നിനക്ക് വന്നില്ലേ എന്ന് ചിലർ ചോദിക്കുന്നു. കൂട്ടായ്മയിൽ പോയി സംഭവിച്ചെന്താ, നിങ്ങൾക്ക് ഇത്ര വലിയ നഷ്ടം വന്നില്ലേ ചിലർ ചോദിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആക്ഷേപിക്കുന്നതെല്ലാം ദോഷമായി വരുന്നു. വായിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, എല്ലാം കേൾക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കൂട്ടത്തിൽ ചേർത്ത് പറയട്ടെ, നമ്മുടെ ഈ കൂട്ടായ്മ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് വാസ്തവത്തിൽ അറിയാതെ കൂട്ടായ്മയെ ദുഷിക്കുന്ന ആളുകളുണ്ട്, വെറുതെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. പാവങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. അറിഞ്ഞുകൊണ്ടല്ലായിരിക്കാം, കാര്യം എന്താണെന്ന് അറിയുന്നില്ലായിരിക്കാം. ആരോ എന്തെല്ലാമോ പറഞ്ഞത് കേട്ടങ്ങ് വിശ്വസിച്ചെന്ന് മാത്രം. നേരിട്ട് അറിവൊന്നുമില്ല. അത് ചോദിച്ച് അറിഞ്ഞ് ചെല്ലുമ്പോൾ അതിന് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ. എന്നാൽ ഇന്ന് അങ്ങനെയുള്ളതായ ആരോപണങ്ങൾ കൊണ്ട് നമ്മൾ കൂട്ടായ്മയിലേക്ക് ദൈവമക്കളാരെങ്കിലും കടന്നു വരാൻ തടസ്സം സൃഷ്ടിക്കുന്ന ആളുകളുണ്ട്. അനേകരൊന്ന് രക്ഷപ്പെടേണ്ടതായ ഈ വചനം കേട്ട് രക്ഷപ്പെടേണ്ടവരായ അനേകം ആളുകൾ അവരിന്ന് വചനം കേൾക്കാൻ പറ്റാതെ അവർ മാറി നിൽക്കുന്നു. അനുഗ്രഹീതമായ വചനമാണ്. ഒരു പ്രത്യേക സഭയുടെ വചനമല്ല, ഒരു പ്രത്യേക കൂട്ടായ്മയുടെ വചനമല്ല, ഒരു പ്രത്യേക സമുദായത്തിൻ്റെ വചനമല്ല. ഇത് ക്രിസ്തുവിൻ്റെ വചനമാണ്, ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. അത് കേട്ട് സ്വീകരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം കിട്ടും, കുടുംബത്തിന് ഐശ്വര്യം കിട്ടും, കുടുംബത്തിന് അഭിവൃദ്ധി കിട്ടും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കുടുംബജീവിതം ഐശ്വര്യമുള്ളതായിത്തീരും. പ്രിയപ്പെട്ടവരെ, അനേകർ ഈ മഹാസന്തോഷത്തിലേക്ക് വരാതെ ചില തടുത്തു പിടിക്കുന്നു. അങ്ങോട്ട് പോവല്ലേ എന്ന് പറയുന്നു. അതിനും നമുക്ക് പ്രതികാരമില്ല, നമുക്ക് മറുപടിയില്ല, നമുക്ക് പരിഭവമില്ല. അതെല്ലാം മറുപടി പറയേണ്ടവൻ പറഞ്ഞുകൊള്ളും. പറയേണ്ട സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ പിന്നെ തിരിയാൻ അവസരം ഉണ്ടായില്ല എന്നേക്കും. മറുപടി പറയേണ്ട സമയത്ത് കർത്താവ് മറുപടി പറയും, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇതെല്ലാം കണ്ടുവച്ചിട്ടുണ്ട്. യഹോവ ഓർത്തു വെച്ചിട്ടുണ്ട്, എല്ലാം ഓർത്തു വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ദാവീദ് വലിയ കഷ്ടത്തിലായി. ദാവീദിനെ കല്ലെറിയണമെന്ന് അവർ പറഞ്ഞു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താന്താൻ്റെ പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. അപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. സ്തോത്രം. നഷ്ടത്തിന് മുമ്പിൽ ഒരു കാര്യം മാത്രം നമുക്ക് ചെയ്യാം. നഷ്ടത്തിന് മുമ്പിൽ ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദൈവത്തിൽ ധൈര്യപ്പെടുക. ദൈവത്തിൽ. എനിക്കൊരു അപ്പനുണ്ട്, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് സ്വന്തമായി ഒരു ഉടമസ്ഥനുണ്ട്, ഈ ഒരു ഉറപ്പ്. എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരു ഉടയവനുണ്ട്, ഈ ഒരു ഉറപ്പ്. എൻ്റെ കാര്യം തീർക്കാൻ എനിക്കൊരു ന്യായാധിപതിയുണ്ട്, ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി വാദിക്കാൻ എനിക്കൊരു അഡ്വക്കേറ്റുണ്ട്, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കാര്യമെല്ലാം ഏറ്റെടുത്ത് നടത്താൻ എനിക്കൊരു കർത്താവുണ്ട്, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് അനുഭവിക്കുന്നതായ യാതനകളും വേദനകളും എല്ലാം എൻ്റെ കർത്താവേ നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞ് കരയാനല്ലാതെ നമുക്ക് മറ്റൊന്നിനും കഴിവില്ല. ചെയ്യരുത്. ആർക്കും പ്രതികാരം ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. മറുത്തൊരു വാക്കുപോലും പറഞ്ഞു പോകരുത്. ആരെക്കുറിച്ചും തെറ്റിദ്ധരിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു അവമതിപ്പ് തോന്നരുത്. നമ്മെ തെറ്റിദ്ധരിക്കുന്നവരോ നമ്മെ കുറ്റം പറയുന്നവരോ ആയ ആളുകളെക്കുറിച്ചും നമുക്കൊരു അവമതിപ്പ് പാടില്ല. അവരും അറിവില്ലാതെ ചിലതെല്ലാം പറഞ്ഞു പോകുന്നതാണ്. ഒന്നും കാര്യമായി അറിയാത്തവരാണ്, ഒന്നും കാര്യം ഗ്രഹിക്കാതെയാണ് പറയുന്നത്. കാര്യം ഗ്രഹിപ്പിച്ചു കൊടുത്താൽ അവരും വിശ്വാസികളായി തീരാവുന്നതേ ഉള്ളൂ. ഗ്രഹിപ്പിച്ചു കൊടുക്കാനൊന്നും ആളില്ല. പ്രിയപ്പെട്ടവരെ, നാമാണ് അതിനിറങ്ങി പുറപ്പെടേണ്ടത്. ഞാനും നിങ്ങളുമാണ് പുറപ്പെടേണ്ടത്. കർത്താവേ, മനുഷ്യരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഞാനിതാ പുറപ്പെടുന്നു. എൻ്റെ യേശു ജീവിക്കുമെന്ന് പറയാൻ ഞാനിതാ പുറപ്പെടുന്നു. എൻ്റെ യേശു എല്ലാം ഏറ്റെടുത്ത് നടത്താൻ കഴിവുള്ളവനാണെന്ന് പറയുവാൻ ഞാനിതാ പുറപ്പെടുന്നു.
എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും മാറ്റുന്ന കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെയും കുറവ് മാറ്റാൻ ശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കാൻ ഞാൻ ഇതായിരുന്നു തന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വേല ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ സുവിശേഷകരാണെന്ന് ഓർക്കണം. നിങ്ങൾ ഓരോരുത്തരും സുവിശേഷകരാണ്. നിങ്ങൾ ഓരോരുത്തരും ശിഷ്യന്മാരാണ്. ഡിസൈപ്പിൾഷിപ്പ് വളരെ കോസ്റ്റ്ലിയാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത് വളരെ വിലയേറിയതാണ്. ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം ത്യജിക്കുകയാണ്, സ്വന്തം താല്പര്യങ്ങളെല്ലാം വിടുകയാണ്. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഇഷ്ടം നോക്കുക മാത്രം ചെയ്യുന്നു, ഗുരുവിൻ്റെ ഇഷ്ടം മാത്രം നോക്കുന്നു. ഗുരുനാഥൻ എന്താണ് പറയുന്നത് അത് മാത്രം ചെയ്യുന്നു. അതാണ് ശിഷ്യൻ. ഗുരു പറഞ്ഞു കൊടുക്കുന്നത് പഠിക്കുന്നു. ശിഷ്യൻ അതാണ്. ഗുരുവിനെ ചോദ്യം ചെയ്താൽ അവന് നഷ്ടം. ഗുരു നഷ്ടമൊന്നുമില്ല. പഠിപ്പിക്കുന്ന ഗുരുവിനെ ചോദ്യം ചെയ്താൽ പാവം വിദ്യാർത്ഥിക്ക് നഷ്ടം. നമ്മുടെ ഗുരുനാഥൻ കർത്താവായ യേശുവാണ്. ആ ഗുരുനാഥൻ്റെ വഴിയിൽ കൂടി ഈ ശിഷ്യൻ പിറകെ നടക്കുകയാണ്, പിന്നാലെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തമായ വഴിക്ക് മാറുകയില്ല. ഇങ്ങനെ ഈ വഴി തന്നെയാണോ പോകേണ്ടതെന്ന് ഗുരുവിനോട് ചോദിക്കുകയില്ല. ഗുരു ശരിയായ വഴിയിൽ കൂടി പോകുന്നു, പിന്നാലെ നാമും പോകുന്നു. നമ്മുടെ ഗുരു ആരാണ്? ഭൂമിയിലെ ഗുരുക്കന്മാർക്ക് തെറ്റുപറ്റാം, പക്ഷേ നമ്മുടെ ഗുരുവിന് തെറ്റുപറ്റുകയില്ല. അതാരാണ്? കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവാണ് നമ്മുടെ ഗുരുനാഥൻ. യേശു ക്രിസ്തുവാണ് നമ്മുടെ നാഥൻ, നമ്മുടെ നായകൻ. കർത്താവിന് പിന്നാലെ നാം പോവുകയാണ്. കർത്താവിന് പിന്നാലെ നാം ബെത്തപ്പാടോടെ പോവുകയാണ്. നമുക്ക് ബലമില്ലാതെ പോവുകയും കരഞ്ഞുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ഹൃദയത്തിലെ പാവങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. നമ്മുടെ തെറ്റുകളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. അനുതാപത്തോടെ നമുക്ക് കർത്താവിന് പിന്നാലെ പോവുകയാണ് നാം ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായൊരു കാഴ്ചപ്പാടെന്ന് വരട്ടെ. ഇന്ന് വ്യക്തമായൊരു കാഴ്ചപ്പാട്. ദാവീദ് വലിയ കഷ്ടത്തിലായതുപോലെ വലിയ കഷ്ടത്തിലായി അനേകം പേര് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. വലിയ കഷ്ടത്തിലായിരിക്കുന്നു. ദൈവമേ, എന്താണ് ചെയ്യേണ്ടത്? നാളെ എന്താണ്, എങ്ങനെയാണ് നേരിടേണ്ടത്? നാളത്തെ ദിവസത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വരും? എനിക്കറിയാൻ വയ്യല്ലോ കർത്താവേ. നാളത്തെ ദിവസത്തെ ഞാൻ എങ്ങനെ നേരിടേണ്ടിയിരിക്കുന്നു? എനിക്കറിയാൻ വയ്യല്ലോ. ചില പ്രശ്നങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നു, അതിനെങ്ങനെ ഞാൻ നേരിടും? ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ചില പ്രതിബന്ധങ്ങൾ നിൽക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? അറിയാൻ വയ്യ. ഇതാ ഭാര്യ രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കുന്നു, എനിക്കറിയാൻ വയ്യല്ലോ കർത്താവ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഭർത്താവ് അവശനിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അയ്യോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ലല്ലോ. എൻ്റെ കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്? കർത്താവെ, നീ എന്നെ നയിക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിൽപ്പെട്ട് ഒഴുകുന്നവരാണ്, കരയുന്നവരാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ കരയുന്നവരാണ്. അനേകം പ്രയാസങ്ങൾ, വീർപ്പ് മുട്ടിക്കുന്നതായ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് പ്രിയപ്പെട്ടവർ, എന്തെല്ലാമാണ് ജീവിതത്തിലെ ദുരിതങ്ങൾ. ആ അവലാധികൾ കൊണ്ട് മനസ്സ് വീർപ്പ് മുട്ടി കഴിയുന്നവർ, പ്രിയപ്പെട്ടവർ, ജീവിതത്തിൽ വലഞ്ഞു പോകുന്നവർ, മുന്നോട്ട് ഗതി കിട്ടാതെ വിഷമിച്ചു പോകുന്നവർ. ദൈവത്തിന് സ്തോത്രം. എത്രയോ പേരിന്ന് വലയുന്നു. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ഈ ഗുരുനാഥൻ്റെ പിന്നാലെ നടക്കുമാറാക്കുക. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. സത്യഗുരുവായ കർത്താവായ യേശുവിന് പിന്നാലെ, സത്യഗുരുനാഥനായ യേശുവിന് പിന്നാലെ ശിഷ്യരായി പിറകെ നടക്കാൻ നാം അവരെ അഭ്യസിപ്പിക്കുക, ശിഷ്യത്വം പ്രാപിക്കുക. നാം ശിഷ്യരാകണം, അനേകരെ ശിഷ്യരാക്കണം. നമ്മെക്കൊണ്ട് ചെയ്യാവുന്ന വേല ഏതാണ്? ദാവീദ് വലിയ കഷ്ടത്തിലായി. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു, ദൈവത്തിൽ ധൈര്യപ്പെടുന്നു. എല്ലാം പ്രതികൂലം. കൂടെ ഉണ്ടായിരുന്നവർ പ്രതികൂലമായി. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പടനായകന്മാരുണ്ടായിരുന്നു, പടയാളികളുണ്ടായിരുന്നു, അവരെല്ലാം പ്രതികൂലമായി. തൻ്റെ കൂടെ യാത്രയിലുണ്ടായിരുന്നവരെല്ലാവരും പ്രതികൂലമായി. ദാവീദ് വളരെ കഷ്ടത്തിലായപ്പോൾ അവർ ദാവീദിനെ എറിയാൻ കല്ലെടുത്തു. ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞു. ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു. നമുക്കത് ചെയ്യാൻ പറ്റൂ. ദൈവത്തിൽ ധൈര്യപ്പെടുക. സ്നേഹിതരെ, ഒരൊറ്റ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയിൽ ധൈര്യപ്പെടുക. രോഗഗ്രസ്തമായി നാം രോഗക്കിടക്കയിൽ കിടക്കുകയാണെങ്കിലും യഹോവയിൽ ധൈര്യപ്പെടുക. എല്ലാം കാണുന്നൊരു ദൈവം എനിക്കുണ്ട്. എന്നെ കാണുന്നൊരു ദൈവം എനിക്കുണ്ട്. എന്നെ സ്നേഹിക്കുന്നൊരു കർത്താവ് എനിക്കുണ്ട്. എൻ്റെ ഈ രോഗാവസ്ഥയിൽ എന്നെ കാണുന്ന കർത്താവ് എനിക്കുണ്ട്. യേശുവേ, നീ ഒന്ന് ഈ രോഗക്കിടക്കയിലേക്ക് ഒന്ന് വരണമേ. ഈ കിടക്കയുടെ അരികത്ത് നീ ഒന്ന് ഇരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ രോഗക്കിടക്കയുടെ അരികത്ത് നീ ഒന്നൊന്ന് ഇരിക്കണമേ. കർത്താവേ, നിൻ്റെ ആണിപ്പാടുള്ള കരമൊന്ന് ഉയർത്തി എൻ്റെ ശിരസിന്മേൽ നിൻ്റെ കരമൊന്ന് വയ്ക്കണമേ. എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവേ. രോഗം മാറണമോ വേണ്ടയോ അത് നിനക്കറിയാം. ഞാൻ പറയുന്നില്ല, മാറണമെന്ന് ഞാൻ പറയുന്നില്ല. നിനക്ക് ഹിതമാണെങ്കിൽ രോഗം മാറ്റി തന്നാൽ നല്ലത്. ഇല്ലേ, മാറ്റി തരുന്നില്ലെങ്കിൽ എനിക്ക് സന്തോഷം തന്നെ. കാരണം നീയാണ് എൻ്റെ അരികത്തിരിക്കുന്നത്. എനിക്ക് നിന്നെ കിട്ടിയല്ലോ, അത് മതി, എനിക്ക് ധാരാളം മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. യേശുവേ, പൈസയ്ക്ക് ഞെരുങ്ങുന്നു, കടം വന്ന് മൂടുന്നു, എങ്ങനെ മുന്നോട്ട് പോകും, വഴിയറിയാതെ ഒഴിലുന്നു, മനസ്സ് പരവശമാകുന്നു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഒരു ചീത്തപ്പേര് എനിക്ക് വരാതെ വണ്ണം, ഒരു സാക്ഷ്യമില്ലാത്ത ജീവിതം വരാതെ വണ്ണം, അനേകരെ ഇവനോ കൂട്ടായ്മക്കാരനും ചോദിക്കാതെ വണ്ണം കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സൗമ്യത എനിക്ക് തരണമേ, ഒരു താഴ്മ എനിക്ക് തരണമേ, എനിക്കൊരു വിനയം തരണമേ. കർത്താവേ, മറ്റുള്ളവരിൽ കുറ്റം ചേരാതെ എൻ്റെ കുറ്റം മാത്രം കാണാനുള്ള കൃപ എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവേ, ഞാൻ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നേരിടേണ്ടത്?
എങ്ങനെയാണ് നേരിടേണ്ടത്? എൻ്റെ വാക്കിൻ്റെ ചാതുര്യത്താലോ എൻ്റെ വാക്കുകളുടെ വലുപ്പത്താലോ ഒന്നും നേരിടാൻ പറ്റുകയില്ല. എൻ്റെ ബുദ്ധികോശലത്താലൊന്നും ശത്രുവിനെ നേരിടാൻ പറ്റുകയില്ല. കർത്താവേ, നീ എനിക്ക് വേണ്ടി സംസാരിക്കണമേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഗൂഢമായ ലക്ഷ്യങ്ങളിൽ ആക്കൾ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഫലമില്ല. വ്യക്തമായ ഒരു വിനയം നിങ്ങളുടെ ഹൃദയത്തിൽ വരണം, വ്യക്തമായ വിനയം. യേശുവേ, നീ നയിക്കുന്ന വഴിയിൽ ഞാൻ പോകും. മരണത്തോളം യേശുനാഥൻ നയിക്കുന്ന വഴിയിൽ യേശുവിൻ്റെ സ്വഭാവം പ്രാപിച്ചുകൊണ്ട് ഞാൻ പോകും. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച് നോക്കൂ, കാണാം നിങ്ങളുടെ കടങ്ങളെല്ലാം ആവിയായി പോകുന്നത്. സ്തോത്രം. ചുമ്മാ പറയുന്നതല്ലത്. നിങ്ങളുടെ കടങ്ങളെല്ലാം മാറിപ്പോകും, നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം മാറിപ്പോകും, നിങ്ങളുടെ രോഗങ്ങൾ മാറിപ്പോകും. യേശുവിൽ ധൈര്യപ്പെടാം. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദ് ഇറങ്ങി പുറപ്പെട്ടു. യഹോവയിൽ ധൈര്യപ്പെട്ടുകൊണ്ട് ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോട് ദാവീദ് ഇറങ്ങി പുറപ്പെട്ടു. ദാവീദ് അമാലേക്കരെ തോൽപ്പിച്ചു. ചെറിയ കൂട്ടം സൈന്യത്തോടുകൂടി ദാവീദ് ഇരുന്നു. വലിയ കൂട്ടം അമാലേക്കരെ ദാവീദ് തോൽപ്പിച്ചു. അവരെല്ലാവരെയും ഓടിച്ചു കളഞ്ഞു. തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദാവീദ് തിരികെ കൊണ്ടുവന്നു. 18 വാക്യം മുതൽ നഷ്ടപ്പെട്ടതെല്ലാം ദാവീദ് തിരികെ കൊണ്ടുവന്നു. അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ഒന്നും കിട്ടാതിരുന്നില്ല. പോയതെല്ലാം കിട്ടി, നഷ്ടപ്പെട്ടതെല്ലാം കിട്ടി. ദൈവമക്കളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, ദാവീദിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടിയല്ലോ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരണമേ. നഷ്ടപ്പെട്ട ആരോഗ്യം തിരികെ തരണമേ, നഷ്ടപ്പെട്ടു പോയ പൈസ തിരികെ തരണമേ, നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരികെ തരണമേ, നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി തിരികെ തരണമേ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി നഷ്ടപ്പെട്ടവർ, വിശ്വാസം നഷ്ടപ്പെട്ടവർ അനേകരുണ്ട്. കർത്താവേ, ഇതെല്ലാം നഷ്ടമാണ്, എന്നെ നീ യഥാസ്ഥാനപ്പെടുത്തണമേ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തന്ന് എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. നഷ്ടങ്ങളെല്ലാം പെരിയ നഷ്ടങ്ങളാണ്, വലിയ നഷ്ടങ്ങളാണ്. എന്നെ നീ യഥാസ്ഥാനപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നഷ്ടപ്പെട്ട കാലങ്ങൾ, നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇനി എത്ര കാലം പ്രവർത്തിക്കാനുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരു ദിവസമേ ഉള്ളൂ, സന്തോഷം. അല്ല, 100 ദിവസമുണ്ടോ, അതും സന്തോഷം. യേശുവേ, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. എൻ്റെ ആയുസ് നിനക്ക് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ ശരീരം നിനക്ക് വേണ്ടി മാത്രമാണ്. എൻ്റെ ബുദ്ധിയും എൻ്റെ മനസ്സും എൻ്റെ കഴിവും എല്ലാം നിനക്ക് വേണ്ടി മാത്രമാണ്. നീ എനിക്ക് തന്നതല്ലാതെ എനിക്ക് ഒന്നുമില്ല. നീ എനിക്ക് തന്നതായി വിദ്യാഭ്യാസം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരള യൂണിവേഴ്സിറ്റിയുടെ MA ഡിഗ്രി എനിക്ക് വൈസ് ചാൻസലർ ഒപ്പിട്ടാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അത് യേശു ക്രിസ്തുവിൻ്റെ കൈയടയാളം വെച്ചാണ് തന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് പറയുന്നത്. കരുണയുള്ള കർത്താവ് തന്നതല്ലാതെ എനിക്ക് ഒന്നുമില്ല. യേശു തന്നതേ ഉള്ളൂ. ഒരു നല്ല ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവമുണ്ട്. നിങ്ങൾ ഈ യേശുവിൻ്റെ ശിഷ്യന്മാരാകുക, യേശുവിൻ്റെ പ്രിയപ്പെട്ടവരാകുക. നിങ്ങൾക്ക് എല്ലാം തിരികെ കൊണ്ടുവരാൻ സാധിക്കും. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊണ്ടുവന്നു. ദാവീദ് എല്ലാം തിരികെ കൊണ്ടുവന്നു. സ്തോത്രം. നിങ്ങൾക്കിനി എന്തെല്ലാമാണ് കിട്ടേണ്ടത്? നിങ്ങൾക്കിപ്പോൾ കർത്താവിനോട് പറയാം, കർത്താവേ, ഇതെല്ലാം നഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാം പറയാം. ഭർത്താവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, ഭാര്യയുടെ പ്രിയം നഷ്ടപ്പെട്ടു പോയി, മക്കളുടെ ബഹുമാനം നഷ്ടപ്പെട്ടു പോയി, മാതാപിതാക്കളുടെ വാത്സല്യം നഷ്ടപ്പെട്ടു പോയി. കർത്താവേ, ജോലി സ്ഥലത്ത് ഞാൻ ഒറ്റപ്പെട്ടവനായിപ്പോയി. ജോലി സ്ഥലത്ത് ആർക്കും എന്നെ ഒരു വിലയില്ലാതായിരിക്കുന്നു. കർത്താവേ, എന്നെ ഏതെങ്കിലും തരത്തിൽ ഞെരുക്കാനാണ് പലരും നോക്കുന്നത്. കർത്താവേ, എല്ലാം നഷ്ടം. ദൈവത്തിന് സ്തോത്രം. നീ എനിക്ക് തന്നതല്ലാതെ എനിക്ക് വേറൊന്നുമില്ല. പക്ഷേ നഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളത്, നഷ്ടത്തിൻ്റെ കണക്ക്. ഇതെല്ലാം ചുമന്നുകൊണ്ട് ഞാനിതാ കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരുന്നു. ക്രൂശിൻ്റെ താഴ്വരയിലേക്ക് പാപഭാര ചുമടെടുത്ത് അവശനായി ഞാനിതാ വരുന്നു. ദൈവത്തിന് സ്തോത്രം. പാപഭാര ചുമടെടുത്ത് അവശനായി തളർന്നുപോയി ജീവിത ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാനിതാ കാണിക്കയായി അർപ്പിക്കുന്നു. നല്ലതൊന്നും അർപ്പിക്കാൻ എനിക്കില്ല. കർത്താവേ, നല്ലതൊന്നും കൊണ്ടുവരാൻ എൻ്റെ കയ്യിലില്ല. എൻ്റെ ഈ നിസ്സാരമായ ജീവിതം ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാനിതാ കാഴ്ചയായി അണയ്ക്കുന്നു. എൻ്റെ ചുമടിൽ വലിയ ഭാരമുണ്ട്, വലിയ ചുമടുണ്ട്. ചുമലിരിക്കുന്ന ഈ ചുമട് മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എൻ്റെ ഹൃദയം നിറയെ വലിയ ഭാരമാണ്. വലിയ ആകുലങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. വലിയ ദുഃഖ വിഷയങ്ങൾ എനിക്കുണ്ട്. കർത്താവേ, ചില ഭാര വിഷയങ്ങൾ എനിക്കുണ്ട്. എൻ്റെ കർത്താവേ, നീ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ കർത്താവേ, എൻ്റെ മുതുകത്തിരിക്കുന്ന ഈ ചുമടുകൾ എല്ലാം നീ എന്നിൽ നിന്ന് മാറ്റി എനിക്കൊരു സ്വാതന്ത്ര്യം തരണമേ. ഭാരങ്ങളെല്ലാം നീ ഏറ്റെടുക്കണമേ. ഗോകുൽത്തായിലേക്ക് ഭാരമേറിയ കുരിശ് വഹിച്ചുകൊണ്ട് പോയ രക്ഷക, നീ ഇപ്പോൾ എൻ്റെ ഭാരം കൂടി ഒന്ന് ഏറ്റെടുക്കണമേ. അന്ന് 2000 വർഷം മുൻപ് നീ കുരിശ് വഹിച്ചുകൊണ്ട് പോയതുപോലെ എൻ്റെ ഭാരച്ചുകൊണ്ട് വഹിച്ചുകൊണ്ട് നീ ഒന്ന് മുന്നോട്ട് പോകണമേ. കർത്താവേ, നിൻ്റെ പിന്നാലെ ഭാരമില്ലാത്തതിനായി ഞാൻ നടന്നുകൊള്ളാം. ഭാരം നീ ഏറ്റെടുത്തുകൊണ്ട് നിൻ്റെ പിന്നാലെ ഭാരമില്ലാത്തതിനായി ഞാൻ നടന്നുകൊള്ളാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം.
പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യം നിങ്ങൾക്ക് വേണമോ? ഭാരങ്ങളെല്ലാം കൂടെ ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാം വിട്ടുകൊടുക്കുക, എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ ഭാരങ്ങളും, എല്ലാ മുഖങ്ങളും എല്ലാം മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ ബാധകളും മാറട്ടെ, ശത്രുവിൻ്റെ കണികളെല്ലാം നീങ്ങിപ്പോകട്ടെ. ദുഷ്ടപിശാച് കണിവെക്കുന്നിടത്തെല്ലാം കർത്താവായ യേശുവിൻ്റെ കരം വരട്ടെ, തിരക്തം തള്ളിക്കട്ടെ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. യേശു വന്ന് നിങ്ങളുടെ അരികത്തുനിന്ന് നിൽക്കുകയാണ്. യേശു വന്ന് ഹൃദയവാതിൽ മുട്ടുകയാണ്. മകനെ, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വേണമെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. മകളെ, നിനക്ക് കൈമോശം വന്നതെല്ലാം നിനക്ക് തിരികെ തരാമെന്നാണ് കർത്താവ് പറയുന്നത്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നഷ്ടങ്ങൾ നികത്തി തരുന്ന ഒരു യേശു ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നഷ്ടങ്ങളെല്ലാം നികത്തി തരുന്ന, എല്ലാം ലാഭമാക്കി തീർക്കുന്ന കർത്താവായ യേശു ജീവിക്കുന്നുണ്ട്. യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയം കർത്താവിന് തുറന്നു കൊടുക്കൂ. നിങ്ങൾ കർത്താവിനോട് തുറന്നു പറയൂ, കർത്താവേ, ഭാരം ചുമന്നുകൊണ്ട് ഞാനിതാ വരുന്നു. എല്ലാ ഭാരവും കുരിശിൻ ചുവട്ടിലേക്ക് ഞാൻ അർപ്പണം ചെയ്യുന്നു. ഇപ്പോൾ ആ കുരിശിൽ തറച്ചിരിക്കുന്ന കരം അവിടെ നിന്ന് വിടർത്തി എൻ്റെ നേരെയും തിരിഞ്ഞ് എൻ്റെ തലമേലെ കരം ഒന്ന് വെക്കണമേ. ഹല്ലേലൂയ. തൃക്കരം എൻ്റെ തലമേൽ വെക്കണമേ. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന മിശിഹാപുരാനെ, നിൻ്റെ കരം എൻ്റെ മേൽ വെക്കണമേ. ആ തൃക്കരം എൻ്റെ മേൽ വെച്ച് എന്നെ ഉണർത്തണമേ, എന്നെ ഉയർത്തണമേ, എന്നെ ഉദ്ധരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ബലഹീനതകൾ പൊറുക്കണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ കണക്കടല്ലേ കർത്താവേ, എൻ്റെ അതിക്രമങ്ങൾ ഓർമ്മ വയ്ക്കല്ലേ കർത്താവേ, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ തെളിച്ചിട്ട് തരണമേ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഇടം കിട്ടുവാൻ തക്കവണ്ണം നീ അത്ഭുതം പ്രവർത്തിക്കണമേ. ദാവീദെല്ലാം യഥാസ്ഥാനപ്പെടുത്തിയതുപോലെ യഥാർത്ഥമായി യഥാസ്ഥാനപ്പെടുവാനുള്ളതായ ഭാഗ്യം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. നിൻ്റെ കൃപയുടെ വചനത്താൽ ഈ മക്കളെ അവിടെ ധന്യരാക്കണമേ. എല്ലാവരെയും നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടുന്ന ഭാഗ്യാനുഭവത്തിലേക്ക് നയിക്കണമേ. സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാവർക്കും നൽകണമേ. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന സൗഭാഗ്യം എല്ലാവർക്കും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദുഷ്ടപിശാചിൻ്റെ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാതെ എല്ലാവരെയും പരിപാലിച്ചു കൊള്ളണമേ. എല്ലാ നന്മകളാലും നിറച്ചു കൊള്ളണമേ. അവിടുത്തെ രണ്ടാമത്തവർക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.